അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം യൂസുഫ് ബിൻ യാക്കൂബ് അലൈഹിസ്സലാം അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്രായേലിയായിരുന്നു, കിരാനക്കാരനായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, യഹൂദിയെ സംബന്ധിച്ച്, ജൂതന്മാരെ സംബന്ധിച്ച് വളരെയധികം പരിജ്ഞാനം ഉള്ള ഒരു പണ്ഡിതനും കൂടിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിലെത്തിയ വിവരമറിഞ്ഞപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പലരും വന്നിരുന്നു. പലരും വിശുദ്ധ ഇസ്ലാമിലേക്ക് അങ്ങനെ കടന്നു വരികയും ചെയ്തു. അങ്ങനെ കടന്നു വന്ന മഹാനാണ് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹവും തന്റെ വലിയൊരു സമൂഹവുമായി മദീനയിൽ എത്തി ഇസ്ലാം പുൽകി എന്നതാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം മനസ്സിലാക്കി, ഇത് കളവ് പറയുന്ന വ്യക്തിയല്ല, മറിച്ച് സ്വാദിഖുൽ മസ്തൂഖാൻ. എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി, ആദ്യത്തിൽ തന്നെ കേട്ട് മനസ്സിലാക്കിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറയുന്നത് എന്താണ്? അഫ്ശുസ് സലാം വഅതിമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം. നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളോട് സലാം പറയുക. വഅതിമുത് തആം, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകുക. വസല്ലൂ ബിന്നാസ് ബില്ലൈലി വന്നാസു നിയാം, ആളുകളെല്ലാവരും നിദ്രയിലായിരിക്കും, ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എണീറ്റ് നിന്ന് നിങ്ങൾ റബ്ബാകുന്ന അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. തുർമുദി അതേപോലെ ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതാണ് അബ്ദുല്ലാഹി ബിൻ സലാം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇത് സത്യത്തിന്റെ പ്രവാചകനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ബിൻ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 3 ചോദ്യങ്ങൾ. എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? ഒന്ന്, അന്ത്യനാളിന്റെ ആദ്യത്തെ അടയാളം എന്ത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആദ്യമായി എന്താണ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഏത്? മൂന്നാമത്തെ ചോദ്യം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഉമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട രൂപത്തിൽ വരുന്നു, ചില കുട്ടികൾ ഉപ്പയുടെ ബന്ധപ്പെട്ട രൂപത്തിൽ വരുന്നു. എന്താണ് ഇതിന് കാരണം? അത് മാത്രമല്ല, അദ്ദേഹം ചോദിക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞു, ഈ 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നത് ഒരു നബിക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. കാരണം എന്താണ്? അബ്ദുല്ലാഹി ബിൻ സലാം പിന്നെ ജൂതന്മാരെ സംബന്ധിച്ച് പണ്ഡിതനാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം വലിയ അക്കാലത്തെ വലിയൊരു പണ്ഡിതനും കൂടിയായിരുന്നു. പ്രവാചകന്മാരെ സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ ചോദിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ അബ്ദുല്ലാഹി ബിൻ സലാം എന്താ പറഞ്ഞത്? ആ വന്നത് ജൂതന്മാരുടെ ശത്രുവിൽപ്പെട്ട മലക്കാണ്, അതോ ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ സലാമിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. തന്റെ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? ആദ്യമായി പറഞ്ഞു, ആദ്യത്തെ ചോദ്യം അന്ത്യനാളിന്റെ അടയാളം, ആദ്യത്തെ അടയാളം. അതിന്റെ പറഞ്ഞത് ഫന്നാറു
തഹ്ശുറുൻ നാസ മിനൽ മശ്രിഖി ഇൽ മഗ്രിബ്. കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു തീക്കാറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആഞ്ഞടിക്കും. അതാണ് അന്ത്യനാളിന്റെ ആദ്യത്തെ അടയാളം. രണ്ടാമത് ചോദ്യം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആദ്യം കഴിക്കുന്ന ഭക്ഷണം. അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? മത്സ്യത്തിന്റെ കരളായിരിക്കും ഏറ്റവും രുചികരമായ ഭക്ഷണം, അതാണ് എന്നുള്ളതാണ്. അതായിരിക്കും. മൂന്നാമത്തെ എന്താണ് ചോദ്യം? കുട്ടികളുടെ രൂപം. ഉപ്പയുടെയോ അതല്ലെങ്കിൽ ഉമ്മയുടെയോ കുടുംബവുമായി ബന്ധപ്പെട്ട രൂപത്തിൽ വരുന്നു ചില. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആർക്കാണോ ആദ്യം സ്ഖലനം ഉണ്ടാകുന്നത് അവരുടേതേക്കും. പിതാവിനാണ് അഥവാ പുരുഷനാണ് സ്ഖലനം ആദ്യം ഉണ്ടാകുന്നത് എങ്കിൽ പുരുഷന്റെ രൂപത്തിലായിരിക്കും, അഥവാ ആൾരൂപം പുരുഷന്റെ സ്വഭാവത്തിലായിരിക്കും. പുരുഷന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പുരുഷന്റെ മാതാപിതാക്കളുടെയോ അവരുടെ കുടുംബക്കാരുടെ രൂപത്തിലായിരിക്കും. അതല്ല, സ്ത്രീക്കാണ് ആദ്യം സ്ഖലനം സംഭവിക്കുന്നതെങ്കിൽ സ്ത്രീയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട രൂപത്തിലേക്കായിരിക്കും ഈ കുട്ടി ഉണ്ടാവുക എന്ന്. ഉടനെ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ജൂതന്മാരോട് എന്നെ സംബന്ധിച്ച് ചോദിക്കണം. അവർ ആളുകൾക്ക് മുന്നിൽ ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത കളവുകൾ പറയുന്നവരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നു. അവരോട് യഹൂദികൾ വന്നു. അവരോട് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അഅലമുനാ വഇബ്നു അഅലമിനാ വഅഖ്ബർനാ വഇബ്നു അഖ്ബർനാ. ഞങ്ങളിലെ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം. മാത്രമല്ല ഞങ്ങൾ എല്ലാ മുൻകാല കാര്യങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ കുറിച്ചുമെല്ലാം അവർക്ക് അറിയുന്ന അത്രയും വലിയ ഒരു പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ ഉണ്ടായിരുന്ന യഹൂദികൾ പറയുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാം വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് നിങ്ങൾ അറിയുമോ എന്ന് തിരിച്ചു യഹൂദിയോ ആ പറഞ്ഞ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉടനെ അവർ മാറി. കാരണം നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞുവല്ലോ, തൊട്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. കാരണം എന്താണ്? അവർ വാക്ക് മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വീണ്ടും അവർ പറഞ്ഞത് എന്താണ്? ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം ഈ സദസ്സിലേക്ക് കടന്നു വരിക. യഹൂദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇരിക്കുന്ന ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഉടനെ അവരെന്താ പറഞ്ഞത്? ശർറുനാ ഇബ്നു ശർറുനാ, ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുവാണ്, ഏറ്റവും വലിയ ശത്രുവാണവർ ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നാണ് നേരത്തെ പറഞ്ഞതിന് നേർ വിപരീതമായി അവർ പറഞ്ഞത്. അതാണ് തുടക്കത്തിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ നിരവധി മഹാനായ സ്വഹാബികളുണ്ട്. അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, പകർത്തണം. നമുക്ക് അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.